In each of the two pictures below, a triangle is formed by tangents to a circle, the radius through the point of contact and a line through the center. Draw this in your notebook. ചുവടെയുള്ള രണ്ട് ചിത്രത്തിലും വൃത്തത്തിലെ ഒരു തൊടുവരയും തൊടുന്ന ബിന്ദുവിലേക്കുള്ള ആരവും കേന്ദ്രത്തിൽ നിന്നുള്ള മറ്റൊരു വരയും ചേർത്ത് ത്രികോണം വരച്ചിരിക്കുന്നു. ഈ ചിത്രം നോട്ട്ബുക്കിൽ വരയ്ക്കാം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ താഴത്ത് നിന്നുള്ള രണ്ട് ചിത്രങ്ങളുണ്ടല്ലോ, ആ രണ്ട് ചിത്രങ്ങൾ നമ്മൾ നോട്ട്ബുക്കിലോട്ട് നമ്മൾ വരക്കണം. അപ്പൊ അതിൽ ഒന്നാമത്തെ ചിത്രം നമ്മൾ വരക്കാൻ പോവാണ്. നമുക്ക് ഒന്നാമത്തെ ചിത്രത്തിൽ റേഡിയസ് തന്നിട്ടുണ്ട് എത്രയാ? 2.5 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഒരു 2.5 സെന്റിമീറ്ററിൽ നമ്മൾ റേഡിയസ് ഒരു സർക്കിൾ വരക്കാം. എന്നിട്ട് നമുക്കറിയാം ഈ ടാൻജന്റ് ആണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. ടാൻജന്റും റേഡിയസും തമ്മിലുള്ള കോൺ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പൊ 90 ഡിഗ്രിയിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരക്കാം. എന്നിട്ട് 5 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് സർക്കിളിന്റെ സെന്ററിൽ നിന്നും 5 സെന്റിമീറ്ററിന് ഈ ലൈനിൽ ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നേരെ സെന്ററിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ആ കട്ട് ചെയ്ത പോയിന്റിലോട്ട് ഒരു ലൈന് വരക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ വരക്കണമെന്ന് നോക്കാം. ആദ്യം സ്കെയിൽ എടുത്താണ്ട് നമുക്ക് സ്കെയിലും കോമ്പസും ഉപയോഗിച്ചാണ്ട് 2.5 സെന്റിമീറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സർക്കിൾ വരക്കാം. ഓക്കെ, 0 to 2.5 സെന്റിമീറ്റർ എടുക്കുക. എന്നിട്ട് നമുക്ക് കോമ്പസ് ഉപയോഗിച്ചാണ്ട് നമുക്കൊരു സർക്കിൾ വരക്കാം ആദ്യം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റേഡിയസ് വരക്കാം. 2.5 സെന്റിമീറ്റർ നമ്മളുടെ കയ്യിലൊരു റേഡിയസ് ഉണ്ട്. നമുക്ക് ആ റേഡിയസ് അവിടെ നിന്ന് വരച്ചു കൊടുക്കാം. 2.5 സെന്റിമീറ്റർ റേഡിയസ്. ഓക്കെ, 2.5 സെന്റിമീറ്റർ റേഡിയസ് നമ്മൾ വരച്ചു. ഇനി നമുക്ക് 90 ഡിഗ്രി, ഞാൻ പറഞ്ഞു ടാൻജന്റും റേഡിയസും തമ്മിലുള്ള കോൺ എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് പ്രൊട്രാക്ടർ എടുത്താണ്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലൈൻ അവിടെ നിന്ന് അങ്ങോട്ട് വരക്കാം. ഡിഗ്രി മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ആ 90 ഡിഗ്രി മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ഒരു ലൈൻ വരക്കാം. ഓക്കെ, ഇപ്പൊ 90 ഡിഗ്രി മാർക്ക് ചെയ്ത് നമ്മളൊരു ലൈൻ വരച്ചു. അതിനെ കുറച്ച് നീട്ടി വരക്കാം. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5 സെന്റിമീറ്റർ കോമ്പസ് എടുത്തിട്ട് 5 സെന്റി സ്കെയിൽ ഉപയോഗിച്ചാണ്ട് 5 സെന്റിമീറ്റർ എന്ത് ചെയ്യാം? കോമ്പസിൽ എടുക്കുക. എന്നിട്ട് ആ 5 സെന്റിമീറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കട്ട് ചെയ്യാം. നമ്മളിപ്പോ ഈ വരച്ച ലൈനിനെ ഈ 5 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് 5 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കാം. ഓക്കെ, യെസ്. ഇനി അത് സർക്കിളിന്റെ സെന്ററിൽ വെച്ചിട്ട് അവിടെ നിന്നുള്ള നമുക്ക് 5 സെന്റിമീറ്റർ വേണ്ടേ? എന്നിട്ട് അത് അവിടെ നിന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആ നീട്ടി വരച്ച ലൈനിനെ അവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ കോമ്പസ് അവിടെ നിന്ന് മാറ്റിയിട്ട് സ്കെയിലും പെൻസിലും ഉപയോഗിച്ചാണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ലൈനിനെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മതി. അത് കറക്റ്റ് 5 സെന്റിമീറ്റർ ആയി, കാരണം 5 സെന്റിമീറ്ററിലാണ് നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ 5 സെന്റിമീറ്റർ അവിടെ വരക്കുമ്പോൾ നമ്മളിപ്പോ ആദ്യത്തെ നമ്മളുടെ ചിത്രമായി കണ്ടോ? 2.5 സെന്റിമീറ്റർ റേഡിയസ് വരച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? 90 ഡിഗ്രി വരത്തിട്ട് ടാൻജന്റ് വരച്ചു. അത് കുറച്ച് നീട്ടി വരച്ചു. എന്നിട്ട് ഈ 5 സെന്റിമീറ്റർ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്തു? ഈ 5 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരച്ചു. എന്നിട്ട് ആ ആർക്കിലോട്ട് നേരെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇനി രണ്ടാമത്തെ ചിത്രം നോക്കാം. പക്ഷെ രണ്ടാമത്തെ ചിത്രം വരയ്ക്കാൻ നമുക്കിവിടെ എന്ത് തന്നിട്ടില്ല? ഈ റേഡിയസ് തന്നിട്ടില്ല. റേഡിയസ് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ വരക്കാൻ പോകുന്നത് ഈ ട്രയാങ്കിൾ ആണ്. നമുക്കറിയാം ഇത് ടാൻജന്റ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും.
അപ്പൊ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 4 ആണ്, ഒരു സൈഡ് 2 ആണ്, അഥവാ ഹൈപ്പോട്ടനസിന്റെ പകുതിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 30, 60, 90 വരുന്നൊരു ആംഗിൾ ആയിരിക്കും അല്ലെ. 30, 60, 90 വരുമ്പോഴാണ് 30 ഓപ്പോസിറ്റ് 1 വരും, 60 ഓപ്പോസിറ്റ് √3 വരും, 90 ഓപ്പോസിറ്റ് 2 വരും, 60 ഓപ്പോസിറ്റ് √3 വരും, 90 ഓപ്പോസിറ്റ് 2 വരും. അപ്പൊ 2ന്റെ സ്ഥാനത്ത് 4 ആണെന്നുണ്ടെങ്കിൽ 1ന്റെ സ്ഥാനത്ത് എന്തായിരിക്കും? 2 ആയിരിക്കും. റേഡിയസ് വരുന്നത് 2√3 ആണ് വരിക. പക്ഷെ നമുക്ക് 2√3 ഒന്നും സ്കെയിൽ എടുക്കാൻ കഴിയില്ല. പക്ഷെ ഈ ആംഗിളുകൾ വെച്ചിട്ട് നമുക്ക് ട്രയാംഗിൾ വരക്കാലോ. അപ്പൊ നമ്മൾ ആദ്യം 4 സെന്റിമീറ്റർ വരച്ചിട്ട് ഈ ട്രയാംഗിൾ വരക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്കെയിലും പെൻസിലും ഒക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോമ്പസ് ഒക്കെ ഉപയോഗിച്ചാണ്ട് നമ്മുടെ ആദ്യത്തെ ഈ ട്രയാംഗിൾ വരക്കാം. ദെൻ ആ സൈഡിന് അഥവാ ഈ സൈഡിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, റേഡിയസ് ആക്കിയിട്ട് നമ്മൾ സർക്കിൾ വരച്ചാൽ മതി. അപ്പൊ നമുക്ക് ആദ്യം നമ്മളുടെ 4 സെന്റിമീറ്റർ ബേസ് വരച്ചു. ഓക്കെ, 4 സെന്റിമീറ്റർ ബേസ് വരച്ചു. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൂടി പോയാൽ നമ്മൾ മായ്ച്ചു കൊടുത്തു. ദെൻ 4 സെന്റിമീറ്റർ വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കോമ്പസിൽ അല്ല പ്രൊട്രാക്ടർ ഉപയോഗിച്ചാണ് നമുക്ക് ഒരു 30, 60 ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ലൈനുകൾ വരച്ചാണ്ട് എന്ത് ചെയ്താൽ മതി, ആ ട്രയാംഗിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, പ്രൊട്രാക്ടർ ഞാൻ ഈ സൈഡിൽ വെച്ചു. ഇവിടെ നമുക്ക് എത്ര വേണ്ടി, 30 ഡിഗ്രി. എവിടെ 30 വരുന്നത്, ഇതാ ഇവിടെ 30 മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ആ 30 മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ഒരു ലൈൻ വരക്കാം. അടുത്ത ആംഗിൾ എത്രയാ, 60 ഡിഗ്രി എടുക്കുക. പ്രൊട്രാക്ടർ വെച്ചു. ഈ ലൈൻ ഇടത് ഭാഗത്തോട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ 0 തുടങ്ങണം കേട്ടോ. ലൈൻ ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ഇവിടെ 0 തുടങ്ങിയിട്ട് ഇവിടെ വരും 60. ഓക്കെ, നമുക്ക് മായ്ച്ചു കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് മായ്ച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ട്രയാംഗിൾ ആയിട്ടോ. ഞാൻ ബാക്കി വന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് മായ്ച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് 60 ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് റെഡിക്കൊന്ന് വരക്കാം കേട്ടോ. നമ്മൾ ജിയോജിബ്ര ഉപയോഗിച്ച് വരക്കുന്നതാണ്. ജിയോജിബ്രയിൽ നിങ്ങൾക്ക് ഓരോ ചിത്രങ്ങൾ വരക്കാം. പക്ഷെ ജിയോജിബ്ര യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രൊട്രാക്ടറുകളൊന്നും ഉണ്ടാവില്ല, വേറൊരു ഇതിൽ വെച്ച് ചെയ്യുന്നതാണ്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതേപോലെ പ്രൊട്രാക്ടർ സ്കെയിലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ചെയ്യാട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഓരോ പ്രൊട്രാക്ടറും സ്കെയിലും വെച്ചിട്ട് ഓരോന്ന് ചെയ്യുന്നത്. സ്ക്രീൻ റെക്കോർഡർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളത് കറക്റ്റ് നോക്കി ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ലെങ്ത്തിനെ റേഡിയസ് ആക്കിയിട്ട് എടുക്കാം. നമ്മുടെ ഈ സൈഡിന് കണ്ടോ, ഈ സൈഡിന് നമുക്ക് റേഡിയസ് ആക്കിയിട്ട് എടുക്കാം. പ്രൊട്രാക്ടർ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് വരക്കാൻ പോവാണ്. ആ ലെങ്ത് നമ്മൾ റേഡിയസ് ആക്കിയിട്ട് എടുത്തു. ഇനി നമ്മൾ ഒരൊറ്റ വരക്കില്ല സർക്കിൾ. ഓക്കെ, വരച്ച് കഴിയുമ്പോൾ കറക്റ്റ് വരും. കണ്ടോ, ഇപ്പൊ ഈ ചിത്രമായില്ലേ, ഇവിടെ 2 സെന്റിമീറ്റർ ആണ് വരിക, ഇവിടെ 4 സെന്റിമീറ്റർ ആണ് വരിക. ഓക്കെ, അപ്പൊ റേഡിയസ് വരും. ഇങ്ങനെയാണ് നമ്മുടെ രണ്ടാമത്തെ ചിത്രം നമ്മളോട് വരക്കാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ ചിത്രം വരുന്നത്. കേട്ടില്ല? അപ്പൊ 2 ചിത്രങ്ങൾ നമ്മളോട് വരക്കാൻ പറഞ്ഞു. ഒന്ന് നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തേത് നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ റേഷ്യോ വെച്ചിട്ട് അതിന്റെ ആംഗിളുകൾ കണ്ടുപിടിച്ചു. ഇവിടെ 40 വരുന്നതുകൊണ്ട് തന്നെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് 40 വരുന്നത്. അപ്പൊ ഒരു സൈഡ് 2 വരുമ്പോൾ അത് 30, 60, 90 എന്ന് പറഞ്ഞ ട്രയാംഗിൾ ആണ് വരിക, നമുക്ക് കിട്ടി. എന്നിട്ട് ആ 30, 60, 90 വരുന്ന ട്രയാംഗിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ആ ട്രയാംഗിൾ വരച്ചു. എന്നിട്ട് ആ ട്രയാംഗിളിന്റെ ഒരു സൈഡാണല്ലോ നമ്മളുടെ റേഡിയസ്. ആ റേഡിയസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, സർക്കിള്
വരച്ചു. ഓക്കെ.